കുറേയധികം ദിവസമായി ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. യൂട്യൂബിൽ മാത്രമല്ല, ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലും ഞാൻ ആക്റ്റീവ് ആയിരുന്നില്ല, വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു, ഒരു പോസ്റ്റ് ഇട്ടില്ല. പക്ഷേ ഞാൻ ഇനാക്റ്റീവ് ആയിരുന്ന സമയത്ത് നിങ്ങളിൽ ഒരുപാട് ആളുകൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ എവിടെയാണ്, എന്താണ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അതുപോലെ ഞാൻ ശബരിമല ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് രാത്രി 2 മണിക്കെങ്ങാണ്ട് ലൈവിൽ വന്നപ്പം, ലൈവിൽ ഞാൻ യോഗ ചെയ്യാൻ വേണ്ടിയാണ് ലൈവ് വന്നത്. ആ സമയത്ത് കുറേ ആളുകൾ എനിക്ക് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ തന്നു. അപ്പം നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലല്ല, അതുകൊണ്ട് വീട്ടിലെ സ്റ്റുഡിയോ സെറ്റപ്പിൽ ഇനി നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഞാനിപ്പം ഈ ഒരു സെറ്റപ്പിലായിരിക്കും വീഡിയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റത്തില്ല. കാരണം ഞാനിപ്പം വേറൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പം പല പല ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നായിരിക്കും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള സാധ്യത. കുറച്ച് അല്ലെങ്കിൽ കുറേ അധികം ദിവസം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പം ഇത്രയും ദിവസം നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്തതിനും നിങ്ങളിനി സപ്പോർട്ട് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഒരുപാട് നന്ദി. നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടെ പോകുന്ന സാഹചര്യത്തിലും പ്രോപ്പറായിട്ട് കോണ്ടൻറ്റും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കുറേയധികം മത്സരങ്ങളുടെ കാര്യങ്ങൾ മിസ്സായി പോയി എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധം എനിക്കുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രോപ്പറായിട്ട് കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് തടസ്സം നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് എന്നറിയാം. മര്യാദയ്ക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാൻ കുറേ സാധനങ്ങൾ എത്തുന്നതാണ് എനിക്കറിയാം. തൽക്കാലം ആരോടും ഒരു പ്രതികാരത്തിനും പോകാതെ സ്വയം പിൻവാങ്ങുന്ന ഒരു ഡിഫെൻസീവ് മെക്കാനിസത്തിലേക്കാണ് നിന്നിരുന്നത്. ആരെയും പേടിച്ചിട്ടോ ഭയന്നിട്ടോ ഒന്നുമല്ല, കുറച്ച് സമാധാനം വേണം എന്ന് കരുതിയിട്ട് ഒരു സന്യാസത്തിൻ്റെ പാതയിൽ കൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചോട്ടമൊന്നുമില്ല, ഒരു തീർത്ഥാടനം പോലെ മാറി നിൽക്കുകയാണ് ഞാൻ. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ മുതൽ എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിലൊക്കെ പോകുമായിരിക്കും. വേണമെങ്കിൽ അതിൻ്റെ ലൈവ് അല്ലെങ്കിൽ ഡെയിലി വ്ലോഗ് ഞാൻ ചെയ്യാം. ഞാൻ യോഗ സമാധാനത്തിന് വേണ്ടിയിട്ടും ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അത് ലൈവായിട്ട് ചെയ്യാൻ എൻ്റെ ചാനലിൽ ലൈവായിട്ട് ചെയ്യുന്നത് വളരെ മോശമായിരിക്കും. അപ്പം എനിക്ക് ഫ്രീ ആയിട്ട് യോഗ ക്ലാസ് തരുന്ന ട്രെയിനറുടെ ക്ലാസ്സിൽ കൂടെ പുള്ളിയുടെ ചാനലിൽ കൂടെ ലൈവ് പോയി കഴിഞ്ഞാൽ അത് പുള്ളിക്കും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ സമാധാനമായി എന്നിരുന്ന് കഴിഞ്ഞാൽ എന്നെ സമാധാനമാക്കാതിരിക്കാൻ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. തൽക്കാലം സംഭവം പക്ഷെ നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. ഒരു എന്താണ് പറയുന്നത്, വയലൻസിൻ്റെയും ക്രിമിനാലിറ്റിയുടെയും സമാധാനത്തിൻ്റെ ഇടയിലൊരു നേരിയ വരമ്പ് മാത്രമാണുള്ളത്. ആ ഒരു നേരിയ വരമ്പിൽ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊടും ക്രിമിനലാവും, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ സമാധാനം കണ്ടെത്താൻ കഴിയുമായിരിക്കും. സ്റ്റിൽ ഐ ആം സെർച്ചിങ് ഫോർ മൈ സാൽവേഷൻ ആൻഡ് സോൾ, ഫോർ മൈ പീസ് എന്നൊക്കെ പറഞ്ഞ് ഫിലോസഫിയിലേക്ക് ഒന്നും പോകുന്നില്ല. ഞാൻ ഒന്ന് റെഡിയായിട്ട് കണ്ടൻറ്റ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. എത്രമാത്രം വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റും എന്നറിയത്തില്ല. ഈ ഷർട്ട് പോലും എൻ്റെ അല്ല, എൻ്റെ സുഹൃത്ത് സ്പോൺസർ ചെയ്തതാണ്. സോ സർവസംഘപരി അതൊന്നും പോകണ്ട. വേൾഡ് പോകുമ്പോഴത്തേക്ക് നമ്മൾ കത്തിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കോണ്ടൻറ്റ് ഞാൻ കൃത്യമായിട്ട് ഇനി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഉടായ്പ പരിപാടികളൊക്കെ, ഉടായ്പ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ഉടായ്പൊന്നും കാണിക്കുന്നൊന്നുമല്ല, സമാനമില്ലാതുകൊണ്ട് വിധത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടിനും കാര്യങ്ങൾക്കുമൊക്കെ നന്ദി. ഇനിയിപ്പം ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കാം. എക്സ്റ്റേണൽ ഫോഴ്സസിൽ നിന്നുള്ള പ്രശ്നങ്ങളുണ്ടായാൽ പോലും സമാധാനം കൈവിടാതിരിക്കാൻ ഒരുപാട് ശ്രമിക്കാം. പക്ഷേ സമാധാനത്തിൻ്റെ പാതയിൽ നിന്നും നമ്മളെ ആരെങ്കിലും വലിച്ചിറക്കാൻ ശ്രമിച്ചാൽ ശ്രമങ്ങളുണ്ടാവുമെന്ന് എനിക്കറിയാം. നിർത്തുവാണ്. ബൈ.